രാവും പോലും കഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ദൈവമേ നീ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ. ദൈവം പറയാ എൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 ഒന്ന് വായിച്ചാട്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവേൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നൊരു ആലോചനയാണ്. ദുഷ്കാലമാണിത്. ഇത് പറഞ്ഞിട്ട് 2000 കൊല്ലമായി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നില്ല. ഇപ്പം എന്തുമാത്രം ദുഷ്ടതയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. ഒരു 50 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അല്ലേ ദുഷ്ടതകളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഇന്ന് വാർത്തകൾ നിങ്ങൾ ഓരോന്നും വായിക്കുമ്പം ഇതെങ്ങനെ ഇതൊക്കെ നടക്കും, ഇതൊക്കെ മനുഷ്യർക്ക് ഇങ്ങനെ ആകാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു. ശരിയാ, ഇത് ദുഷ്കാലമാകയാലാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതങ്ങ് വിട്ടേക്ക്. അപ്പം ദുഷ്ടന്മാർ ദുഷ്കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ദുഷ്ടൻ ഇനിയും അല്ലേ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. പക്ഷേ അവിടെ നമ്മളെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ജ്ഞാനികളായിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇംഗ്ലീഷിൽ റിഡീമിങ് ദ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ. അതിൻ്റെ അടുത്ത വാക്യം, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ബുദ്ധിഹീനരാകാതെ, നേരത്തെ പറഞ്ഞു അജ്ഞാനികളായിരിക്കരുത്. അടുത്തത് ബുദ്ധിഹീനരാകാതെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താ? ഇനി നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു സെൽഫിഷ്നെസ്, എന്നെക്കുറിച്ചുള്ള മാത്രം ഇഷ്ടം. അത് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ നല്ലതും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്തെന്നും നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അത് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയും. പക്ഷെ ഇവിടെ കർത്താവിൻ്റെ ഇഷ്ടം എന്താ? കർത്താവിന് ഈ ലോകത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടോ? ഈ ലോകം നശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമോ? ഇല്ല. ആരും നശിച്ചു പോകരുത്, സകലരും രക്ഷ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ കർത്താവിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരുമ്പോൾ നമ്മൾ ആ കർത്താവിൻ്റെ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ മനസ്സുള്ളവരായി, കർത്താവിൻ്റെ ഭാവമുള്ളവരായി നമ്മൾ ജീവിക്കും, നമ്മൾ ശുശ്രൂഷിക്കും, നമ്മൾ പെരുമാറും അല്ലേ? ഇന്ന് ദൈവസഭ മാത്രം ആ കർത്താവിൻ്റെ ഇഷ്ടം ഒന്ന് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഹിതം എന്തെന്നൊന്ന് അറിഞ്ഞ് അതനുസരിച്ച് സഭയൊന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ, എൻ്റെ അർത്ഥം പുൽപ്പിറ്റീൻ ശുശ്രൂഷ മാത്രമല്ല, സഭ ഈ 4 ചുവരുകൾക്ക് പുറത്തേക്ക് പോയി സാക്ഷികളായിരുന്നുവെങ്കിൽ ഈ ദേശം എന്നേ കർത്താവിനെ അറിയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ഓർക്കണം, ഒരു കാലത്ത് ഈ സത്യസുവിശേഷം ഈ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ അത് കേട്ട് രക്ഷിക്കപ്പെട്ടവർ ഉത്സാഹത്തോടെ ഇറങ്ങി കർത്താവിനെ സ്വീകരിക്കുകയും ആരാധിക്കുകയും മാത്രമല്ല, അവരെന്ത് ചെയ്തു? കർത്താവിനെ പറ്റി പറയുവാൻ അവർ തങ്ങളെ തന്നെ സമർപ്പിച്ച്, ജീവിതം സമർപ്പിച്ച് അവർ ഈ കേരളം വിട്ട് അതിർത്തി താണ്ടി അങ്ങ് പോയി. പലരും ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് പാണ്ടി നാട്ടിൽ പോകാമെന്ന് പറയും, തമിഴ്നാട്ടിലോട്ട് പോയി. വേറെ ചിലർ അതും കഴിഞ്ഞ് ആന്ധ്രയിലോട്ട് പോയി. വേറെ ചിലർ അതും കഴിഞ്ഞ് അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് കയറിപ്പോയി. ചിലർ ഈ നേപ്പാളിൽ താണ്ടി ആദ്യത്തെ ഒരു സഭ സ്ഥാപിച്ചതൊരു മലയാളിയാണ്. നിങ്ങൾക്കറിയാമോ? ഇന്ന് നേപ്പാളിൽ ചെന്നാൽ അവിടുത്തെ ഫസ്റ്റ് ചേർച്ച് ആക്ച്വലി ഇറ്റ് സ്റ്റാർട്ടഡ് ബൈ എ മലയാളി അല്ലേ? അതുപോലുള്ളൊരു വലിയൊരു ഹൃദയം അല്ലെങ്കിൽ വലിയൊരു താല്പര്യം അല്ലെ, അങ്ങനെ ഒരു വലിയ നാടൻ ഭാഷയിൽ പറഞ്ഞൊരു കഴിവ്, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ കൃപ ആർക്ക് തന്നിട്ടുണ്ട്? ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളൊരു ഹൃദയമുള്ളവരായിരുന്നു ആദിമ സമയത്തെ ഈ കേരളത്തിലെ ആദ്യകാലത്തെ ക്രിസ്ത്യാനികൾ. അതൊന്നും സഭയും വിവാഹവും ഒന്നും പ്രശ്നമില്ലായിരുന്നു. അത് എല്ലാ കൂട്ടത്തിലും, ഈവൻ മർത്തോമ സഭയിലും CSI സഭയിലും CMS LMS നോക്കിയാൽ അറിയാം. മിഷണറിമാർ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് അതുപോലെ പോയി. നിങ്ങൾക്കറിയാമോ, ഒഡീസയിലൊക്കെ പോയാൽ അവിടെ ചില മിഷൻ, പ്രത്യേകിച്ച് അത് CSI മിഷനാണ് ശരിക്കും പറഞ്ഞാൽ, എന്തുമാത്രം ചർച്ചസും എന്തുമാത്രം മിഷണറീസാണ്. ഒറ്റ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ പാളയംകോട്ടയിലെ ഒറ്റ CSI ചർച്ചിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 400 800 മിഷണറീസാണ് അവർ അയച്ചിരിക്കുന്നത്.
അവർ എല്ലാ മാസവും കൃത്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പണിഞ്ഞുവിടെ മൽക്കാൻഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരിക്കൽ ഞങ്ങൾ പോയപ്പോൾ ഞാൻ കണ്ടു, അവിടെ കണ്ട ഒരു നല്ലൊരു ചർച്ച് തിരുനെൽവേലിയിലെ CSI ചർച്ചാണ് പണിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ സഭകൾ ഈ പറഞ്ഞ പോലെ നല്ല ചർച്ചുകൾ നമ്മളിവിടെ നിന്നോട്ട് പണിയുന്നതല്ലാതെ എത്ര അടുത്ത് പോയൊരു സഭ സ്ഥാപിച്ച് അവർക്ക് വേണ്ടി വന്നാൽ ഒരു കെട്ടിടം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വാസ്തവമായിട്ട് ഒന്ന് മാറി ചിന്തിക്കാനുള്ള സമയമായി പ്രിയപ്പെട്ടവരെ. ഈ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കും അല്പം കുറ്റബോധം ഇല്ലാതില്ല. പക്ഷേ ഞാൻ ആദ്യമേ എൻ്റെ ഹൃദയം പറഞ്ഞു, ആ കെട്ടിടമൊന്നും ഒരിക്കലും എൻ്റെ ഹൃദയത്തിലോട്ട് കയറത്തില്ല. കെട്ടിടം ഹൃദയത്തിൽ കയറിയതിൻ്റെ പാടൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഈ കെട്ടിടമൊന്നും നമ്മൾ ഹൃദയത്തിൽ കയറ്റണ്ട, നമുക്കൊന്നും നമ്മുടെ ഹൃദയത്തിൽ വെക്കേണ്ട. അതൊക്കെ എന്തിന് ദൈവം തരുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ പരിശീലന കേന്ദ്രങ്ങളായിട്ട് മാറട്ടെ. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പരിശീലിപ്പിച്ച് ആൾക്കാരെ അയക്കുന്നൊരു പരിശീലന കേന്ദ്രമായിട്ട് സഭ മാറട്ടെ. അല്ലാതെ നമുക്ക് ലക്ഷറി കാണിക്കാനും ആൾ കളിക്കാനും ഒന്നും നമുക്ക് കെട്ടിടവും വേണ്ട, ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും ഈ ഭാരതം സുവിശേഷീകരിക്കപ്പെടണം, ഈ ഭാരതം യേശുവിനെ അറിയണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് ഇറങ്ങാൻ പ്രിയപ്പെട്ടവർ. അപ്പം സമയം തക്കത്തിൽ ഉപയോഗിച്ചുള്ളൂ. ജ്ഞാനികളായിരിക്കണം, ബുദ്ധിഹീനരാകാതെ. ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ചെയ്യണം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം, there may be seasons or times of pressure. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സമ്മർദ്ദങ്ങൾ വരും. അത് ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരും, കുടുംബജീവിതത്തിൽ വരും, ശുശ്രൂഷ ജീവിതത്തിലും വരും, അല്ലേ? പെട്ടെന്നൊരു പ്രഷർ എന്ന് പറഞ്ഞാൽ BP അല്ല, നമ്മൾ വല്ലാണ്ട് സമ്മർദ്ദത്തിലാകും. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ പല കുടുംബങ്ങളിലെ ചില വിഷയങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രയാസങ്ങൾ, നിങ്ങൾ ശാരീരികം മാത്രമല്ല പലതരത്തിലും പ്രശ്നങ്ങൾ, നിങ്ങളുടെ പലരുടെയും പ്രശ്നങ്ങളൊക്കെ ഞാനും അറിയുന്നുണ്ട്. നമ്മളൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സീസൺസ് ഓഫ് പ്രഷർ, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ എനിക്ക് ഓൺലൈനായിട്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ പ്രഷറിലൂടെ പോകുന്ന ചില ദേവദാസന്മാരുമായിട്ടൊക്കെ ഇന്നലെയും 1-2 പേരുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അപ്പം ഞാൻ ഓർക്കരുത് എന്തുമാത്രം പ്രഷറാണ് കർത്താവെ ഓരോരുത്തർ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമ്മർദ്ദം അല്ലെങ്കിൽ വലിയ പ്രഷറിലൂടെ പോകുമ്പം നമുക്ക് സാധാരണഗതിയായി നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചു പോകുന്ന ചില രീതിയുണ്ട്. അത് ബൈബിളിൽ അതൊക്കെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, മധുരഗായകനായിരുന്ന ഈ പറഞ്ഞ സങ്കീർത്തനക്കാരനായ ദാവീദ് മനോഹരമായ സങ്കീർത്തനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെ ചെയ്തെന്ന് അദ്ദേഹത്തിൻ്റെ 1-2 കാര്യം നമുക്ക് നോക്കാം. 1 ശമൂവേൽ 27-ാം അധ്യായം 1-ാം വാക്യം. 1 Samuel chapter 27 verse 1. 1 ശമൂവേൽ 27-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കേയുള്ളൂ. കണ്ടോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ. നമ്മൾ വിചാരിക്കുന്ന ദാവീദ് എപ്പോഴും ഇങ്ങനെ സങ്കീർത്തനവും പറഞ്ഞ് പാട്ടും പാടി ഗിറ്റാറും അടിച്ച് ഇങ്ങനെ നടക്കുക എന്ന്. ഇവിടെ എന്താ അത് ഇംഗ്ലീഷിൽ? ആൻഡ് ഡേവിഡ് സെഡ് ഇൻ ഹിസ് ഹാർട്ട്. താൻ ആരോട് പറഞ്ഞു? അത് ഇംഗ്ലീഷിൽ വളരെ കറക്റ്റ്. അവൻ മനസ്സിൽ നിശ്ചയിച്ചു എന്ന്. ആൻഡ് സെഡ് എന്ന് ഇംഗ്ലീഷിലുള്ളൂ, മലയാളത്തിൽ ഉറപ്പിച്ചു. എന്താണ്? ഒരു ദിവസം എൻ്റെ ജീവിതം ഒടുങ്ങും. എങ്ങനെ ഒടുങ്ങുമാ? ശൗലിൻ്റെ കയ്യാൽ നശിക്കും. ഇതേ ദാവീദാണ് എപ്പോഴും എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, എൻ മനമേ നീ വിഷാദ ചുള്ളിൽ കലങ്ങുന്നത് എന്തിന്? എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക. ഈ എൻ മനമേ എന്ന് എപ്പോഴും ഈ മനസ്സിനോട് പറയുന്ന ദാവീദ് ഇപ്പം മനസ്സിൽ ഒരു കാര്യം നിശ്ചയിച്ചു. എന്താണ്? എന്നാലും ഒരു ദിവസം തീരും. അത് ഇയാളുടെ കൈ കൊണ്ട് തന്നെ തീരും. ആരാണ് ഇയാൾ? അമ്മായിയപ്പൻ. അമ്മായിയപ്പൻ്റെ കൈ കൊണ്ട് തീരാനിരിക്കുന്ന വല്ലവരും ഉണ്ടോ? ഇത്രയും വലിയ അഭിഷേക തൈലം തലയിൽ വീണ ദാവീദ്, ഒറ്റ കല്ലുകൊണ്ട് ഈ മല്ലനായ ഗോലിയാത്തിനെ എറിഞ്ഞിട്ടത് ദാവീദ്. ഓടിച്ചെന്ന് ഒരു കരടിയുടെയും സിംഹത്തിൻ്റെയും വായിലും തൻ്റെ കുഞ്ഞാടുകളെ വിടുവിച്ചെടുത്തത് ദാവീദ്. ഇത്രയും വലിയൊരു ദൈവത്തിൻ്റെ അല്ലേ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. പക്ഷേ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ്റെ മനസ്സിലിപ്പോൾ എന്താ നിശ്ചയിച്ചിരിക്കുന്നത്? എന്നായാലും ഒരു ദിവസം തീരും. അത് ഇയാളുടെ കൈ കൊണ്ട് തന്നെ തീരും. ആൻഡ് ഡേവിഡ് സെഡ് ഇൻ ഹിസ് ഹാർട്ട്. എന്താണ്? നശിച്ചു പോവുകയുള്ളൂ. അടുത്തത്, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇതിന്ന് സത്യം പറഞ്ഞാൽ
എന്നായിരുന്നു ഈ വചനം എനിക്ക് ദൈവം ഇന്നലെ എനിക്ക് ഇതെന്നെ കാണിച്ചു തന്നു. ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് നീ ഓടിപ്പോകരുത്, ശത്രുവിൻ്റെ പാളയത്തിലേക്ക് നീ അഭയത്തിനായിട്ട് ഓടിച്ചെല്ലരുത്. ശത്രുവിനെ ഈ പറഞ്ഞ പോലെ കർത്താവിന് വേണ്ടി നേടാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. പക്ഷേ അവൻ്റെ അടുത്തേക്ക് നീ എന്തിനായി പോകരുത്? ആശ്രയത്തിനായിട്ട് പോകരുത്. ഇതാരോടോ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുക. ഡോണ്ട് ഗോ ടു എനിമി ഫോർ റിഫ്യൂജ്. എന്താണ് ഞാനത് പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഫെലിസ്ത്യ ദേശത്തേക്ക് ഞാൻ ഓടിപ്പോവുകയില്ല. എന്നാൽ ആ പദങ്ങൾ ശ്രദ്ധിക്കണേ. എന്താണ് ഓടിപ്പോവുകയില്ല? അത് ഇംഗ്ലീഷിൽ സോ ഷാൽ ഐ എസ്കേപ്പ് ഔട്ട് ഓഫ് ഹിസ് ഹാൻഡ്. അവൻ്റെ കൈ അടുത്തതായിട്ട് വരുന്നുണ്ട്. ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് വേറെ അതാ വിഷയം. എനിക്ക് വേറെ നിവൃത്തി ഇല്ല. നോക്കണേ, ദാവീദാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നമുക്ക് ദാവീദിനെ പറ്റി വേറൊരു ഇമേജ്, ഞാൻ പുള്ളിയുടെ ഇമേജ് ഇത്തിരി കളഞ്ഞു ഞാനിപ്പം. അല്ലേ, നിങ്ങൾക്കൊക്കെ ദാവീദ് നല്ലൊരു സൂപ്പർമാനാണ്, അല്ലേ, ഹീറോ ആണ്. പക്ഷേ ഈ ഹീറോ എപ്പോഴോ ഒരു പ്രഷർ വന്നപ്പോൾ, ഒരു സമ്മർദ്ദം വന്നപ്പം താൻ എന്ത് ചെയ്തു? അയ്യോ, ഫെലിസ്ത്യരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നതാണ് നല്ലത്. അടുത്തത് ദാവീദ് അങ്ങനെ അല്ല. അപ്പോൾ ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. കണ്ടോ? അപ്പം പ്രശ്നം എന്താ? ഈ ശൗൽ രാജാവ് ഇവനെ പിടിച്ച് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ തിരഞ്ഞു കിടക്കുക. താനും കൂട്ടാളികളുമായിട്ട് ഇങ്ങനെ ഇയാൾ കാടും മലയും താണ്ടി ഇങ്ങനെ ഓടുക. ഗുഹയിലും മറ്റിടത്തുമൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പം പറയുക, ഞാൻ എവിടെയെങ്കിലും ഓടി അങ്ങ് നാട്ടിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, അയാൾ എന്നെ പുറകെ തിരക്കിക്കൊണ്ട് വരുന്നത് നിർത്തുമല്ലോ. ഇവൻ എവിടെയാണ് പോയി തൊലഞ്ഞു അത് വിട്ടേക്കും. ഇല്ല, പോലീസുകാരെന്താണ് ലോങ് പെൻഡിങ് കേസോ എന്താണ് കിട്ടത്തില്ല എന്നും പറഞ്ഞ് എഴുതി തള്ളുന്നൊരു കേസുണ്ട്. അതുപോലെ എന്താണ് അതിനകത്ത് വാക്ക് പറയും, അല്ലേ? അതായത് ഇയാൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. ഇതുപോലെ ശൗൽ എന്നെ എഴുതി അങ്ങ് തള്ളും. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഫെലിസ്ത്യരുടെ അടുത്ത് പോയി അഭയം ചൊല്ലും. ഞാൻ ചോദിച്ചോട്ടെ, ദാവീദിനെ ദൈവം സഹായിക്കത്തില്ലേ? ദാവീദിനെ ദൈവം കാക്കത്തില്ലേ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ദാവീദിനെ ദൈവം കാത്തതാ? അങ്ങനെയെങ്കിൽ ഇപ്പം എന്തിനാ ഈ ശൗലിനെ ഇത്ര പേടിക്കുന്നത്? നമ്മളെത്ര ഒരുപക്ഷെ നമുക്ക് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചവരായിരിക്കും ഒരു കാലത്ത്. പക്ഷെ ചില സമയങ്ങളിലെ സമ്മർദ്ദത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ നിരാശയുടെ വാക്കോ അല്ലെങ്കിൽ ഭയത്തിൻ്റെ വാക്കോ അവിശ്വാസത്തിൻ്റെ വാക്കോ ചിലപ്പോഴെങ്കിലും ശത്രുപാളയത്തിലേക്കെങ്കിലും ഒളിച്ചു പോയി രക്ഷപ്പെടാം എന്ന പോലെ വരും. അവിടെ കൊണ്ട് തീർന്നില്ല എന്ന് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന്. ഞാൻ അവൻ്റെ കയ്യിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോകുമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ അതോ ശത്രുവിൻ്റെ കയ്യിൽപ്പെടാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുമോ? പറഞ്ഞേ. പക്ഷേ ഇപ്പം ഇയാളെ തന്നെ രക്ഷിക്കാനും സൂക്ഷിക്കാനും നോക്കുക. കാര്യം മനസ്സിലായോ? മെനി ടൈംസ് വി ഡു ദ ഫൂളിഷ് തിങ് ഓഫ് ട്രൈങ് ടു പ്രൊട്ടക്റ്റ് അവർസെൽസ് വിതൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഗോഡ്. മനസ്സിലായോ? ആരാ എന്നെ സൂക്ഷിക്കേണ്ടത്? എന്നെ സൂക്ഷിക്കേണ്ട കടമ ആർക്കാ? എൻ്റെ ദൈവത്തിനാ. അവനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ ആ അഭിഷേകം ചെയ്തവൻ, ആ അഭിഷിക്തനെ കാക്കേണ്ട ഉത്തരവാദിത്വം ആരാ? ദൈവത്തിനാ. പക്ഷേ ഇപ്പോൾ ഈ അഭിഷിക്തൻ കിടന്ന് ഓടുക എന്തിനാ? തന്നെ തന്നെ കാക്കാൻ, തന്നെ തന്നെ സൂക്ഷിക്കാൻ. തൻ്റെ ബുദ്ധിയിൽ തോന്നുന്നതെല്ലാം താനിപ്പം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ കൂട്ടത്തിലൊരു ബുദ്ധി എന്താണ്? ഞാൻ ഓടി ശത്രുവിൻ്റെ പക്ഷത്തേക്ക് ചേരാം. 1 ശമൂവേൽ 21 അധ്യായത്തിൻ്റെ 12 വായിച്ചേ. 1 ശമൂവേൽ 21 അധ്യായത്തിൻ്റെ 12. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 21 വേഴ്സ് 12. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീഷിനെ ഏറ്റവും ഭയപ്പെട്ടു. അത് മനസ്സിലാക്കിയിട്ടെന്നല്ല, ഇംഗ്ലീഷിൽ ആൻഡ് ഡേവിഡ് ലേഡ് ദീസ് വേർഡ്സ് ഇൻ ഹിസ് ഹാർട്ട്. ഈ ആഖീഷ് എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു? ഒരു ഭീഷണി അങ്ങ് മുഴക്കി. പുള്ളി പേടിച്ചിട്ട് എന്ത് ചെയ്തു? ആ ഭയം, അയാൾ പറഞ്ഞ ആ ഭീഷണി ഹൃദയത്തിൽ അങ്ങ് വെച്ചു. എന്നിട്ട് എന്താണ്? ഞാൻ ആഖീഷിനെ ഏറ്റവും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനിപ്പോൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു മനുഷ്യനായ ആഖീഷിനെ. ചോദ്യം, ഇങ്ങനെയുടെ അഭിഷേകം അവിടെ പോയി? നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഭയം കയറിയാൽ വല്ലാണ്ട് ഭയപ്പെട്ടു പോകും. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ പച്ച മനുഷ്യരാണ്, അല്ലേ? ഇപ്പം ഞായറാഴ്ച ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം അങ്ങ് എവിടെയാണ് ഇപ്പോഴെവിടെയൊക്കെ ഇരിക്കുന്നത്? ചിലരൊക്കെ 3-ാം സ്വർഗത്തിൽ കയറി ഉറക്കം പിടിച്ചു തുടങ്ങി.
ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ 2 സഹോദരന്മാർ വെളിയുന്നുണ്ട്, പാസ്റ്റർക്ക് ഇവിടം വിടുമ്പോൾ നല്ല ഉശിരാണല്ലോ, അതെന്താ ഈ ഉത്സാഹവും ഉണർവും ഒക്കെ എന്താ ഇവിടെ ഇല്ലാത്തതെന്ന്. ഞങ്ങൾ ഇവിടുത്തെ മൈക്കിൻ്റെ കുഴപ്പമായിരിക്കും, അവിടെ നല്ല മൈക്കായിരുന്നു. അതും ഉള്ളത് തന്നെയല്ലേ. ഇതല്ലേ പ്രശ്നം. ഇവിടെ ഉശിരി കാണിച്ചാൽ ഇവിടെ ഉറങ്ങുന്നവർ എണ്ണീക്കും, അതുകൊണ്ടല്ലേ. അവർ കൂർക്കം വലിക്കാതെങ്കിലും ഇരുന്ന് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വിടുന്നത്. 2 വെടി ഇപ്പം പൊട്ടിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം ചാടി എണ്ണീറ്റേനെ. അപ്പം ഓൺലൈനിൽ കേൾക്കുന്ന വിചാരിക്കും ഈയുടെ സഭ ഇപ്പം ഇങ്ങനത്തെ ഒരു ഉറങ്ങുന്ന സഭയാണ്, എന്തിനാ ഈ ഇത് അല്ലേ പറയിപ്പിക്കുന്നല്ലേ. ദാവീദ് തൻ്റെ ഹൃദയത്തിൽ അങ്ങ് തീരുമാനിച്ചു, എന്താണ്, ഇവൻ്റെ കൈ കൊണ്ട് ഞാൻ മരിക്കത്തേ ഉള്ളൂ. വേറൊരു രാജാവിനെ ഏറ്റവും ഭയപ്പെട്ടു. പക്ഷെ അതേസമയത്ത് ഈ ദാവീദിനൊരു നല്ല കൂട്ടുകാരനുണ്ടായിരുന്നു. ആരായിരുന്നു? യോനാഥാൻ. ഈ ശൗലിൻ്റെ മകൻ തന്നെയാണ് അല്ലേ. ആ യോനാഥാൻ പറയുന്നത് എന്താണെന്നറിയാമോ? 1 ശമൂവേൽ 24:20. ഈ രാജാവിൻ്റെ വീട്ടിൽ കൊട്ടാരത്തിൽ താമസിക്കുന്ന മോനുണ്ടല്ലോ, അവനവിടുത്തെ എല്ലാം ചോർത്തിയിട്ട് ഇവന് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം അവൻ പറയുക എന്താണ്, എന്നാൽ നീ രാജാവാകും. എന്താണ്, എടാ ദാവീദേ, നീ രാജാവാകും. എൻ്റെ അപ്പൻ ഇപ്പം രാജാവാ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നീ ആ രാജാവാകാൻ പോന്നേ. എന്നിട്ട് ഇസ്രായേൽ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് ഞാൻ അറിയുന്നു. കേട്ടോ, യോനാഥാൻ ഇത് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യോനാഥാൻ ഇത് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദാവീദിന് ഇത് അറിയണ്ടേ. ദാവീദിന് ഇതങ്ങോട്ട് ഉള്ളിലോട്ട് കയറുന്നില്ല. ദാവീദ് ഓടി രക്ഷപ്പെട്ട് ശത്രുപാളയത്തിൽ ആലയം ചെന്ന് കയറാൻ വേണ്ടി ഇരിക്കുക. ഞാൻ എന്തായി പറഞ്ഞു വരുന്നേ? വെൻ യു ഗോ ത്രൂ സീസൺസ് ഓഫ് പ്രഷർ, സംടൈംസ് യു മേ നോട്ട് ഈവൻ നോ വാട്ട് ആർ യു ഡൂയിങ്. എന്താണ് നമ്മൾ ഈ ചെയ്യുന്നതെന്നും എങ്ങോട്ടാണ് ഈ ഓടുന്നതെന്നും എന്താണ് ഈ പറയുന്നതെന്ന് പോലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചത്താ മതിയായിരുന്നു എന്ന് പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കിക്കേ. ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ. ഞാൻ പണ്ട് എനിക്കൊരു സോക്കേടുണ്ടായിരുന്നു, ഇപ്പോഴല്ല, കല്യാണത്തിനൊക്കെ മുമ്പ് പഠിക്കുന്ന കാലത്താണെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങി ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് അപ്പനോടും പോയിട്ട് പിണങ്ങി ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചത്തുപോട്ടെ. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് വണ്ടി ഇടിപ്പിച്ചില്ല. ഞാൻ തുറന്നു പറയുക, നിങ്ങളൊക്കെ എല്ലാം വിശുദ്ധന്മാരാ. ഇവിടെ ഒരു പാവി ഒരു പഴയ കൺഫെഷൻ നടത്തിയെന്നേ ഉള്ളൂ അല്ലേ. ചത്തുപോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ. ചത്തുപോകാൻ നിങ്ങൾ തയ്യാറായിരുന്നോ? ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ സമാധാനമാവും. അത് സാധാരണ സ്ത്രീകൾ പറയുന്നതാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ പറയും. ഇവിടെ ദാവീദും പറയുക, ഞാൻ ഇവൻ്റെ കൈ കൊണ്ട് നശിക്കത്തേ ഉള്ളൂ. പക്ഷേ യോനാഥാൻ പറയടോ, അങ്ങനല്ല, താൻ രാജാവാവും, തൻ്റെ കയ്യിൽ ഇതെന്ത് ചെയ്യും, സ്ഥിരമായി നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് ഞാൻ അറിയുന്നു. കേട്ടോ, ഇവിടുത്തെ ഒരു കാര്യം, വി ഓൾ വിൽ ഗോ ത്രൂ ഇൻറ്റിമിഡേഷൻ, ടൈംസ് ഓഫ് ഈ ഭയപ്പാടിൻ്റെയും അല്ലേ, മനുഷ്യർ നമ്മളെ ഭയപ്പെടുത്തി വിരട്ടിക്കളയുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. പക്ഷെ അങ്ങനെ കടന്നു പോകുമ്പം മെനി ടൈംസ് വി ടേക്ക് റോങ് ഡിസിഷൻസ്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ആ തെറ്റായ തീരുമാനം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഫോർ ടെമ്പററി സേഫ്റ്റി, താൽക്കാലിക സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഈ ദാവീദ് ഇതൊക്കെ കാണിക്കുന്നത്. അതാ രസം. ദാവീദിനും അറിയാം, എൻ്റെ മേൽ വീണ അഭിഷേക തൈലം തീർച്ചയായിട്ടും എന്തു ചെയ്യും, ഒരു ദിവസം എന്നെ രാജസ്ഥാനത്ത് ദൈവം കൊണ്ടുവന്നിരുത്തും, അത് ഉറപ്പിക്കും. അതൊക്കെ അറിയാം, ഈ കൂട്ടുകാരനും പറയുന്നുണ്ട്. പക്ഷേ തൽക്കാലം ഒരു ഭീഷണി വന്നപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഓടി ഒന്ന് രക്ഷപ്പെടണം. താൽക്കാലിക സുരക്ഷിതത്വത്തിനാണ് താൻ ഇതൊക്കെ ഈ പറയുന്നത്. പക്ഷേ ആ താൽക്കാലികമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഈസ് ഗോയിങ് ടു ദി എനിമി. ശത്രുവിൻ്റെ അടുത്തേക്ക് വരെ പോകാൻ തയ്യാറാണ്. എന്നിട്ട് വേറൊരു കാര്യം, ഈ ശത്രുവിൻ്റെ അടുത്ത് പോകുമ്പോഴുള്ള കുഴപ്പം, ശത്രുവിൻ്റെ കൂടെ ചെന്ന് കൂടിയ തൻ്റെ ജനത്തിനെതിരെ താൻ തന്നെ യുദ്ധം ചെയ്യുന്നതിന് സമമാണ് ശരിക്കും പറഞ്ഞ്. യു വിൽ ബി ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് യുവർ ഓൺ പീപ്പിൾ. ഇനി അവിടെ ചെന്നിട്ടോ, യു വിൽ ബി ടെല്ലിങ് ലൈസ് ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് പീപ്പിൾ. ജനത്തെ പേടിച്ചിട്ട് നിങ്ങൾ എന്തു പറയും? ദാവീദ് ഒന്നാന്തരം അഭിനേതാവായിരുന്നു. എന്ത് ചെയ്തു? ഒരിക്കൽ ഒരിടത്ത് നിന്ന് പെട്ടു. ആ കഥ അറിയാമല്ലോ. അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പെട്ടെന്ന് പുള്ളി എന്ത് ചെയ്തു? ആക്കിയിട്ട് തുപ്പലൊക്കെ ഒലിപ്പിച്ചു വിടുന്ന സാറേ. അവിടെ രാജാവ് ഒരു നല്ല ഡയലോഗ് പറഞ്ഞു, ഇവിടെ ഭ്രാന്തന്മാർക്ക് കുറവ് വല്ലതും ഉണ്ടാ, ഒരു കൊണ്ടുപോടാ അവനെ കൊണ്ടുപോടാന്ന് പറഞ്ഞു.
അങ്ങനെ രക്ഷപ്പെട്ടു. ബുദ്ധിഭ്രമം നടിച്ചിട്ട് രാജാവിൻ്റെ മുമ്പേ നിന്ന് ഈ മിമിക്രിയൊക്കെ കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആലോചിച്ച് നോക്കി, എന്തിനാ ഇയാൾ അവിടെ ചെന്ന് പെട്ടത് അല്ലേ? അവസാനം അവിടെ നിന്ന് മിമിക്രി കാണിച്ച് ഓടേണ്ടി വന്നു അല്ലേ? ഇതൊക്കെ ബൈബിളിൽ ഇതൊക്കെ ഒട്ടും എഡിറ്റ് ചെയ്യാതെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചതിനായിട്ട് സ്തോത്രം. പക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ഇന്നാണ് അത് കാണുന്നത് അല്ലേ? നിങ്ങൾ ദാവീദിനെ എങ്ങനെ, അയ്യോ ദാവീദിനെ കണ്ടാ അയ്യോ ഗിറ്റാറുമായിട്ട് എന്തോ എന്മാനമേഹോ. പക്ഷേ അങ്ങനെ പച്ച മനുഷ്യനാണെന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇനി ചിരിക്കണ്ട, ഇനി ഇങ്ങനെ ഇത്രയൊക്കെയല്ലേ ചെയ്തുള്ളൂ. ഇതിനെക്കാട്ടിലും വലിയ മിമിക്രി അല്ലേ നമ്മൾ ഡെയിലി കാണിക്കുന്നത് അല്ലേ? എന്തൊക്കെ അഭിനയമാണ് നമ്മൾ കാണിക്കുന്നത്. താഴ്ത്തു വരാം. ഇതൊക്കെ എന്തുകൊണ്ട് ദാവീദ് കാണിച്ചെന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഇൻസെക്യൂരിറ്റി. എന്താണ്? തൻ്റെ ഇൻസെക്യൂരിറ്റി, തൻ്റെ അരക്ഷിതാവസ്ഥ കാരണമാണ് ഇതൊക്കെ ചെയ്ത്. 1 ശമൂവേൽ 21:8 വന്നേ. 1 ശമൂവേൽ 21:8 താൻ അവിടെ ഒരു കള്ളം പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഓടി ഭയപ്പെട്ടാൽ പിന്നെ കള്ളം പറയും. അതാണ് വേറെ സത്യം. ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത കള്ളമൊക്കെ പറയും. ദാവീദ് അഹീമെലേക്കിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? ഇതെവിടാന്നറിയാമോ? ചെന്ന് ദേവാലയത്തിൽ ചെന്ന് കയറിയിട്ട് അവിടെ ചോദിക്കുക, ഇവിടെ കുന്തമോ വാളോ വല്ലതും ഉണ്ടോ? അയാൾ ഇവിടെ കുന്തമോ വാളോ? അത് തൊട്ടുമുമ്പ് വായിച്ചു നോക്കുക, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ ഇട്. പൊറോട്ട ഇറച്ചി അല്ല, ഇവിടെ ദേവാലയത്തിൽ ഇവിടെ വെച്ചിരിക്കുന്ന അപ്പോൾ എങ്കിൽ ഉള്ളതാവട്ടെ ഇതിപ്പോൾ എന്തെങ്കിലും അല്ലേ? കഴിക്കാൻ വിശന്നാൽ നമ്മൾ തിരുവത്താഴത്തിൻ്റെ ബ്രെഡ് എടുത്ത് എല്ലാം കൂടെ കഴിക്കുമോ? അവിടെ ചോറ് തികഞ്ഞില്ല, മറ്റേ തിരുവത്താഴത്തിൻ്റെ എടുത്ത് കഴിക്കുമോ? ഇല്ല. എന്ന് പറയുന്നല്ലോ, അവിടെ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന കാഴ്ചയപ്പത്തിൽ വെച്ചിരിക്കുന്ന മേശമേലിരിക്കുന്ന കാഴ്ചയപ്പം, എങ്കിൽ അതെങ്കിൽ എടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, ഇവിടെ നോക്കിയേ, നിൻ്റെ വശം കുന്തമോ വാളോ വല്ലതും ഉണ്ടോ? എന്നിട്ട് കൂട്ടത്തി ഒരു കള്ളം, ഞാൻ രാജാവിൻ്റെ രാജാവിന്റെ കാര്യം തിടുക്കമായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാളും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല. പുള്ളി പെട്ടെന്നായതുകൊണ്ട് എന്ത് ചെയ്തു? ഉടുപ്പിട്ട് അങ്ങ് ഇറങ്ങി. സംഗതി എടുത്തില്ല. എന്താണ്? വാളും കുന്തവും ഒന്നും എടുക്കാതെ ഇറങ്ങി. നോക്കണേ ഇയാളുടെ കള്ളത്തരങ്ങൾ. അടുത്തത്, അപ്പോൾ പുരോഹിതൻ ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്ത്യനായ ഗോലിയാത്തിന്റെ വാൾ. അപ്പം പുരോഹിതൻ പെട്ടെന്ന് ഓർത്തിട്ട് പറയാ, ഇവിടെ ബ്രദറെ, ഇവിടെ നീ ചോദിക്കുന്ന ആയുധങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഒരു സാധനമുണ്ട്, പുറയിലൊരു സാധനം പൊഞ്ഞു വെച്ചിട്ട്. എന്താണ്? നീ പണ്ട് കൊന്ന മറ്റേ ഗോലിയാത്തില്ലേ അല്ലേ? അങ്ങനല്ലേ? അതെ, ഫിലിസ്ത്യനായ ഗോലിയാത്തിന്റെ വാള് ഏഫോദിന്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അത് വേണമെങ്കിൽ എടുത്തോ. വെറുതെ അവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുക, ഇവിടെ ആവശ്യമൊന്നുമില്ല, നീ തന്നെ കൊണ്ടുവച്ചാ അത് വേണേ എടുത്തോ എന്ന് പറഞ്ഞ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. അതല്ല, അപ്പം വിത്ത് അപ്പോളജി ആണ് പറയുന്നത്, ഇവിടെ വേറെ ഒന്നുമില്ല, നീ തന്നെ പണ്ട് കൊണ്ടുവച്ചൊരു സാധനം അവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ട്, അതിലെ കൂടെ പോയി പുറകെ തുറന്നു നോക്കി അവിടെ ഇരിപ്പുണ്ട്, അത് വേണേ എടുത്തോ എന്ന് പറഞ്ഞപ്പം ദാവീദിന്റെ റിപ്ലൈ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്താണ്? അതിന് തുല്യം മറ്റൊന്നുമില്ല, അതെനിക്ക് തരണമെന്ന് ദാവീദ് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നും. ഇംഗ്ലീഷിൽ എന്താണ് അതങ്ങനെ? ഈ ദാവീദ് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും ഒന്നും അല്ല രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് പാട്ടുപാടിയ മനുഷ്യൻ ഇപ്പം പറയാ, ശത്രുവിൻ്റെ വാളെങ്കിൽ വാള്, അതിന് തുല്യം മറ്റൊന്നുമില്ല. ഈ ഗോലിയാത്തിന് നേരെ ചെന്നപ്പോൾ എന്തുവാ ഇതേ ദാവീദ് പറഞ്ഞത്? നീ എനിക്ക് നേരെ വടിയും വാളുമായിട്ടൊക്കെ വരുന്നു, പക്ഷെ ഞാനോ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞൊരു കല്ലെടുത്ത് എറിഞ്ഞ് കൊന്ന ആളാണ്. പക്ഷെ ഇപ്പം അയാളുടെ വലിയ നീണ്ട വാള് കിട്ടിയപ്പം പറയുക, അതിലും നല്ലൊരു സാധനം ഇനി. ശത്രുവിൻ്റെ ആയുധമാണോ പ്രിയപ്പെട്ടവരെ നമ്മളെ രക്ഷിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആത്മീയാർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുത്തോ. നിങ്ങളാരും ശിശുക്കളല്ലല്ലോ. വാട്ട് ഈസ് ദ ലോർഡ് ട്രൈങ് ടു ടെൽ us? Never run to the enemy's camp for safety. Never take any of his weapons for your safety. അവിടെ നോക്കിയേ, ദാവീദ് പറയുന്ന ആ കൺഫെഷൻസ് ഒക്കെ തെറ്റായ കാര്യങ്ങളാണ്. ദൈവം സത്യം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ദൈവം ഒന്ന്, എന്തുവാടേ പറഞ്ഞത്? നീ ഇപ്പം എന്തോ പറഞ്ഞത്? അതിനോളം നല്ലത് വേറൊന്ന്. ഏതിനോളം? ആ വാളുകൊണ്ട് ആ ഗോലിയാത്തിനെ രക്ഷപ്പെടാൻ പറ്റിയോ? ഒരു കല്ലുകൊണ്ടല്ലേ ഞാൻ നിന്നെ സഹായിച്ചു തന്ന്, എന്നിട്ടാണോ നീ ഇപ്പം അത് പറയുന്നത്? ഒരു കാലത്ത് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തു, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു അല്ലേ? ഇന്ന് ആ വിശ്വാസം എവിടെ പോയി?
ഇന്ന് ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമാണോ നമ്മളെ രക്ഷിക്കുന്നത്? ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഓടിക്കേറിയാൽ അവരെന്തോ നമ്മളെ രക്ഷിക്കുമോ? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ സംസാരിക്കും. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന്. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുത്തോണം. എൻ്റെ പരിചയം, എൻ്റെ രക്ഷകനും ആരാ? എൻ്റെ കർത്താവാ. ശത്രുവിൻ്റെ പാളയത്തിലെ പരിചയമല്ല. ഞാൻ കൊന്ന, എൻ്റെ കയ്യാൽ തലവെട്ടിക്കൊന്ന ആ ഗോലിയാത്തിൻ്റെ വാളെടുത്ത് ഞാനിപ്പം എന്നെ രക്ഷിക്കാൻ പോകുന്നു. എവിടെ പോയി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ? ഒരു കാലത്ത് ക്രിസ്തീയ സഭ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാമത്തിൽ വൻകാര്യങ്ങളെ ചെയ്തൊരു ചരിത്രമുണ്ട്. ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സഭ ഇന്ന് മുഴുവൻ ആശ്രയിക്കുന്നത് രാഷ്ട്രീയക്കാരിലും ഗവൺമെൻറ്റിലും കോടതിയിലും പോലീസിലും അല്ലേ, പണത്തിലും സ്വാധീനത്തിലും ഒക്കെയാണ് ഇന്ന് ആശ്രയം. പണ്ട് ഇതൊന്നും ദൈവസഭയ്ക്കില്ലായിരുന്നു. പക്ഷെ ഒന്നുമില്ലാത്ത കാലത്ത് അവർക്ക് ദൈവമുണ്ടായിരുന്നു. ഇന്ന് ആ ദൈവാശ്രയം പാടേ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യരുടെ പുറകിൽ ഈ പറഞ്ഞ പോലെ ആശ്രയമായിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് കിടക്കുന്ന നമ്മൾ പലതും അറിയുന്നില്ല. ഒന്ന് അത്യാവശ്യം അറിയണമെങ്കിൽ തിരുവല്ല മുതൽ കോഴഞ്ചേരി വരെയുള്ള സ്ഥലം ഒന്ന് സന്ദർശിച്ചാൽ കൊള്ളാം. ഞാൻ ഇന്നലെ അത് വഴിയൊക്കെ ഒന്ന് പോയി, അതുകൊണ്ടാണ് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാനും ഇന്നലെ കേട്ടു. ചില റേറ്റുകളൊക്കെ പറയുമായിരുന്നു. എത്ര കൊടുക്കണം, അത് ഇന്നാർക്ക് കൊടുക്കണം, ഈ പാർട്ടിക്ക് കൊടുക്കണം, ആ ആൾക്ക് കൊടുക്കണം, ഈ ആൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്ന പോലും. എനിക്ക് അതിശയം തോന്നി. ദൈവമേ, നമ്മളെവിടെ പോയി നിൽക്കുന്നു? നമ്മുടെ ആശ്രയം കർത്താവിലാണെന്ന് നമ്മൾ പാടുകയും എന്നിട്ട് നമ്മുടെ ആശ്രയം വെച്ചിരിക്കുന്നത് വെറും മുക്കിൽ ശ്വാസമുള്ള മനുഷ്യരിലാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്. വേറൊരു വാക്കും കൂടെ വായിക്കാം. യെരമ്യാ പ്രവചനം 21-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 10 വരെ വായിക്കണം. പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. യെരമ്യാ പ്രവചനം അത് 9ഉം 10ഉം ഒന്ന് വായിച്ചേ. ലാസ്റ്റ് 2 വാക്യമാണോ? യെരമ്യാ പ്രവചനം 21-ാം അധ്യായം. അവിടെ സെദക്യാവിനെ കുറിച്ചൊരു കാര്യമാണ്. സെദക്യാവ് അല്ലേ? ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ. 8-ാം വാക്യത്തോട്ട് വായിക്കുമ്പം യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു, ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ഞാൻ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ വെച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ഒരു പ്രത്യേക ഒരു സന്ദർഭമാണ്. നമ്മൾ അവിടുത്തെ കോണ്ടെക്സ്റ്റുകൾ മൊത്തം വീട്ടിൽ പോയിട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു പോയിന്റ് ദൈവം പറയുന്നത് എന്താണ്? യു കാൺട്ട് ഇൻവൈറ്റ് ഗോഡ് ഇൻ ടു വാട്ട് ഹീ ഈസ് കോളിംഗ് യു ഔട്ട് ഓഫ്. ദൈവം നിങ്ങളെ അതിൻ്റെ ഉള്ളിൽ നിന്നും മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുക. പക്ഷെ നിങ്ങളെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നോട്ട് ദൈവമേ നീ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണേ. ദൈവം പറയാം, ഞാൻ അവിടെ വരത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല, നിങ്ങളവിടെ നിന്ന് മാറ്, ഞാൻ നിങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ പോവാ. കാര്യം മനസ്സിലായോ? ചിലപ്പം നിങ്ങളീ കിടന്ന് അധ്വാനിക്കുന്ന, നിങ്ങളീ കിടന്ന് കഷ്ടപ്പെടുന്ന, നിങ്ങളീ കിടന്ന് വാദിക്കുന്ന, നിങ്ങളീ കിടന്ന് കഷ്ടപ്പെട്ട് രാവും പോലും കഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ദൈവമേ നീ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ. ദൈവം പറയാം, എൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല, അതല്ല ഞാൻ നിനക്ക് വെച്ചിരിക്കുന്നത്, നീ അവിടെ നിന്ന് മാറ്, നീ ആ പ്രവൃത്തി അങ്ങ് വിട്, അത് നിനക്ക് പറഞ്ഞിരിക്കുന്ന അല്ല. ഇതാണ് ദൈവം പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഇല്ല ഇല്ല, ഇവിടെ യു ഹാവ് ടു കം ഹിയർ. നോ, ഇല്ല, യു ഹാവ് ടു കം ഔട്ട്. ഈ ദിവസങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ഒരു ബിസിനസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ഒരു പുതിയ ഒരു സംരംഭമായിരിക്കും. എന്തിൽ നിന്നൊക്കെയോ ദൈവം നിങ്ങളെ ഒന്ന് തടയുന്നു. ദൈവം പറയുന്നത് ഇത്രയേ ഉള്ളൂ, മൈ ഹാൻഡ് ഈസ് നോട്ട് ദെയർ, whereas I am going to take you out and then there I am going to bless you. അത് നിന്നെ മാത്രമല്ല, നിന്നിലൂടെ നീ ഒട്ടും പ്രതീക്ഷിക്കാത്തവർ അനുഗ്രഹിക്കപ്പെടും. കാര്യം മനസ്സിലായോ? ഈ വാക്യം എന്താണെന്ന് ഞാൻ എത്രയോ ദൈവത്തോട് ചോദിച്ചു നോക്കുന്നു. എനിക്കത്ര ക്ലാരിറ്റി ആ വാക്യത്തെ പറ്റി കിട്ടിയിട്ടില്ല. പക്ഷേ എന്തോ ഗോഡ് ഈസ് ടെല്ലിങ് us. ഫോർ ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ സഭയായിട്ടൂടെ കൂടിയിരിക്കുന്നു. നമ്മളെന്തോ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ നീ ഇറങ്ങി വന്ന് സഭയിൽ പ്രവർത്തിക്കണമേ.
ഇതാണല്ലോ നമ്മുടെ പ്രാർത്ഥന, ശരിയല്ലേ? ലോർഡ്, വി വോണ്ട് ടു സീ യു വർക്കിംഗ് ഇൻ ദ ചർച്ച്, യുവർ വണ്ടേഴ്സ്, ലോർഡ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, അല്ലേ? അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി സഭയിൽ നടക്കണമേ. കർത്താവ് എനിക്ക് തോന്നുന്നൊരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും പറയുന്നത്, ഇതിനകത്ത് വന്ന് ഞാൻ പ്രവർത്തിക്കാനല്ല, ഞാൻ നിങ്ങളെ പുറത്ത് കൊണ്ടുപോയി ഞാൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പോവാം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? കർത്താവെ, ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയി ജാതികൾക്ക് പ്രകാശമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ ഇതായിട്ട് ഇവിടെ ഇപ്പോൾ ലൈറ്റുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ലൈറ്റാണ്, ഇത്രയും ലൈറ്റ് വീണ്ടും ഉണ്ട്. പുറത്ത് മുഴുവൻ ഇരുട്ടാണ്. ഇതിൽ ഒരു വെളിച്ചം പുറത്തു കൊണ്ട് കത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ചുറ്റും അനേകർ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം നിങ്ങൾ ഓർക്കണം, ഈ മണ്ഡലകാലം നിങ്ങളൊന്ന് ഓർക്കണം. കറുപ്പെടുത്ത് ലക്ഷക്കണക്ക് പേര് നിലവിളിച്ചുകൊണ്ട് അവരൊരു മലയിലേക്ക് കയറിപ്പോയി. രക്ഷിക്കണേ എന്നവർ വിളിക്കുകയാണ്, സമാധാനം തരണേ, അനുഗ്രഹിക്കണേ എന്നവർ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അവരോട് യഥാർത്ഥമായിട്ട് സമാധാനം എവിടെ കിട്ടുമെന്നും അവർക്ക് എങ്ങനെ രക്ഷ കരസ്ഥമാക്കാമെന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഏജൻസിയേ ഉള്ളൂ. അതാരാണ്? ദൈവസഭ. അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? എൻ്റെ നിങ്ങളുടെ അല്ല, പ്രിയപ്പെട്ടവരെ. പക്ഷേ ദൈവം പറഞ്ഞു, നീ പുറത്തോട്ടിറങ്ങി ഞാൻ നിന്നിലൂടെ അവരെ അനുഗ്രഹിക്കാൻ പോവാ, അല്ലേ? അവർ നീ കാരണം അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ദൈവം പറയുന്നത്. പക്ഷേ നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത്, നീ ഇവിടെ ഇറങ്ങി ഞങ്ങളെ ഇവിടെ അനുഗ്രഹിക്കുക. നമ്മളെ ദൈവം ഓൾറെഡി അനുഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ കർത്താവിനെ നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് തന്നെയല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി ഈ അനുഗ്രഹം ജാതികൾക്കൂടെ കൊടുക്കണമെങ്കിൽ, നമ്മളും ജാതികൾ തന്നെയാണ്, പക്ഷേ ഈ കർത്താവിനെ അറിയാത്ത ജനം പുറത്തുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവരെ കൂടെ അനുഗ്രഹിക്കാനാണ് ദൈവം വെച്ചിരിക്കുന്നത്. സോ എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. യു കാൺട്ട് ഇൻവൈറ്റ് ഗോഡ് ഇൻ ടു വാട്ട് ഹീ ഈസ് കോളിങ് യു ഔട്ട് ഓഫ്. അതുകൊണ്ടാണ് ഞാൻ ഈ സഭ എന്ന് പറയുമ്പോഴെല്ലാം ഈ 4 ചുവരുകൾക്ക് പുറത്തേക്ക് സഭ ഇറങ്ങി ചെല്ലണമെന്ന് വർഷങ്ങളായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും വലിയ സഭ പണിഞ്ഞ്, വലിയ സൗധം പണിഞ്ഞ്, വലിയ മെഗാ ചർച്ച് ആക്കണം. അതൊക്കെ നല്ല കാര്യം, അതിന് വിളിയുള്ളവർ ചെയ്തോട്ടെ. പക്ഷേ നമ്മുടെ വിളി വലിയ ഒരു സഭ, മെഗാ ചർച്ച് ഉണ്ടാക്കാനല്ല. സഭ പുറത്തേക്ക് പോയി ദേശങ്ങൾ, ജാതികൾ അനുഗ്രഹിക്കപ്പെടണം. ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം അനേക ഇരുട്ടുള്ളിടത്തേക്ക് ഈ വെളിച്ചം ചെല്ലണം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുമോ? അതുകൊണ്ടാണ് ഇനി സമയം ഒത്തിരി ഇല്ല, സമയം തക്കത്തിൽ ഉപയോഗിച്ചോണമെന്നാണ് കർത്താവ് പറയുന്നത്. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് പലപ്പോഴും നമ്മുടെ വിഷയം എന്താണ്? നേരത്തെ നമ്മൾ ദാവീദിൻ്റെ കാര്യം പറയും. ഹി വാസ് അണ്ടർ ട്രെമൻഡസ് പ്രഷർ, അല്ലേ? വലിയ സമ്മർദ്ദത്തിലാണ്, ഭയപ്പാടില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില പ്രയാസങ്ങളുണ്ടാവും, ചില വേദനകൾ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലപ്പോഴെങ്കിലും ഇന്നത്തെ ഏറ്റവും വലിയ സഭകളിൽ ഞാൻ കാണുന്നൊരു വലിയ സത്യം, ഞാൻ ഇന്നലെയും പലരുമായിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു, പല പാസ്റ്റേഴ്സുമായിട്ട്. മെനി പാസ്റ്റേഴ്സ്, മെനി ലീഡേഴ്സ്, മെനി സോ കോൾഡ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ സോ കോൾഡ് ബിലീവേഴ്സ്, ദേ ആർ അണേബിൾ ടു മാനേജ് ദെയർ പെയിൻ. അവരുടെ ജീവിതത്തിലുണ്ടായ വേദനകൾ അത് മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു മുറിവുണ്ടായി, പക്ഷേ എത്ര നാൾ ആ മുറിവും കൊണ്ട് ഇങ്ങനെ നീറി നടക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ചർച്ചിൽ പോയി, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു വേദന നിങ്ങൾക്ക് കിട്ടി, ഓക്കെ, ആ വേദനയും കൊണ്ട് നിങ്ങൾ എത്ര നാൾ നടക്കും? എവിടെയെങ്കിലും വെച്ച് ഇതിനൊരു ശമനം വേണ്ടേ? പ്രിയപ്പെട്ട, നിങ്ങളുടെ കുടുംബജീവിതത്തിലൊരു പ്രയാസം ഉണ്ടായി, ഒരു വേദനയുണ്ടായി, ശരി, എത്ര നാൾ ആ വേദനയും കൊണ്ട് നിങ്ങൾ നടക്കും? അല്ലേ? നിങ്ങളൊരു ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചു, ചില തിക്താനുഭവങ്ങളുണ്ടായി, ശരി, ആ വേദനയും കൊണ്ട് ഇനി എത്ര നാൾ നടക്കും? സംവെയർ യു ഹാവ് ടു ആ പെയിൻ എന്ത് ചെയ്യണം? ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ചില പെയിൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇങ്ങനെ പോകത്തില്ല, നിങ്ങളുടെ ആ വോളിയം അനുസരിച്ചിരിക്കും, ഇതിൻ്റെ അനുസരിച്ചിരിക്കും, അല്ലേ? അതുപോലെ മുറിപ്പെട്ടതായിരിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം, യു ക്യാൻ ഓൺലി ഗ്രോ ആസ് മച്ച് ആസ് യുവർ എബിലിറ്റി ടു മാനേജ് പെയിൻ. വേദനകൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ, മുറിവുകൾ ഉണ്ടാവും. പക്ഷേ ആ മുറിവുകൾ നിങ്ങളെ തളർത്തി, നിങ്ങളെ വളരാൻ അനുവദിക്കാതെ, നിങ്ങളുടെ വരൾച്ച തടയപ്പെട്ട് അല്ലെങ്കിൽ മുരടിച്ചിരിക്കുന്ന അവസ്ഥയാണിന്ന് പലരിലും ഉണ്ടാകുന്നത്. ഇന്ന് ഒരുമാതിരിപ്പെട്ട ഏതൊരു ആവറേജ് ഒരു ബിലീവർ ഫാമിലിയെ കണ്ട് നിങ്ങൾ സംസാരിച്ച്, അവർക്കെല്ലാം അവരിയ്ക്കുന്നിടത്ത് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. എന്നിട്ട് അവർ പിന്നെ ഒരു കഥയും കൂടെ പറയും, പണ്ട് ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു. ആർക്ക് വേണം ഈ പണ്ട്? ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് അറിയാമോ? എന്നിട്ട് ഇപ്പം ഇങ്ങനെ, അത് ഞാൻ ഒരുപാട് ഓടി ബ്രദറെ, പക്ഷേ അവർ പിന്നെ
ഒത്തിരി. അപ്പോഴത്തേക്കും കണ്ണൊക്കെ അങ്ങ് നിറയാൻ തുടങ്ങും. അങ്ങനെയല്ല, അവിടെ ഞങ്ങൾ ആ ചർച്ചിൽ ചെന്ന് ഞങ്ങൾ ആ പാസ്റ്ററെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പൊന്നുപോലെ കരുതി, ഞങ്ങൾക്കുള്ളത് എല്ലാം ഞങ്ങളവിടെ കൊടുത്ത് അവസാനം എന്തു പറ്റി? അവസാനം എന്തിനോ പറ്റി. അതിനിപ്പോൾ എന്തോ വേണം? ഇതാണ് ഒരുമാതിരി ആവറേജ് ഇന്നത്തെ വിശ്വാസികളുടെ ഒരു സ്ഥിരം പരാതി. സംവേർ ദേ വെർ ഹേർട്ട് ഇൻ എ ചർച്ച്. ഞാനത് തുറന്നങ്ങ് പറയുക പ്രിയപ്പെട്ടവരെ. എൻ്റെ ചോദ്യം, ഒരു മുറിവുണ്ടായി, ഒരു വേദന ഉണ്ടായി, ബട്ട് ഡോണ്ട് യു നോ ഹൗ ടു മാനേജ് ദാറ്റ് പെയിൻ? ആ പെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയൽ, അതിന് സംശയമൊന്നും വേണ്ട, ആ വേദന റിയലാണ്. പക്ഷേ ആ പെയിനും കൊണ്ടിങ്ങനെ നടന്ന് നിങ്ങളങ്ങ് വളരാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ വളർച്ച മുരടിച്ചിരിക്കാനാണോ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. നമുക്കെല്ലാം വേദനകൾ ഉണ്ടായി, പക്ഷേ എന്നിട്ട് നമ്മൾ വളർച്ച നടന്നല്ലോ. നിങ്ങൾ വളരുന്ന കാലത്ത് കുഞ്ഞുങ്ങൾ വീഴും, പലപ്പോഴും തല പൊട്ടും, കൈ പൊട്ടും, കാല് പൊടിയും ഒക്കെ ചെയ്യും. എന്നും പറഞ്ഞ് പിള്ളേർ വേണം നടക്കാതിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെയും നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. അപ്പം നമുക്ക് അല്ലാതെ ജീവിതത്തിൽ നമുക്ക് എഴുന്നേറ്റ് ഓടാൻ അറിയാം. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിലും അനേകർ കിട്ടിയ മുറിവും കൊണ്ട് ഈ പറഞ്ഞ പോലെ വളരാൻ കഴിയാതെ വരൾച്ച മുരടിച്ചിരിക്കുന്നൊരു അനുഭവം ഞാൻ ദൈവമക്കളെ നിങ്ങൾ പലരിലും ഞാൻ കാണുന്നു. ഇന്ന് ഈ വർഷം തീരുന്നതിനകത്ത് വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളിനി ആ പഴയ മുറിവിനെയും കുറ്റം പറഞ്ഞിരിക്കരുത്, ആ മുറിച്ചവരെയും കുറ്റം പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ആ മുറിച്ചവരും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ മുറിച്ച് വിട്ടേക്കണം. എന്താണ്? ആ വേദന ഞാനങ്ങ് മുറിച്ചു വിടും. ആ വേദനയും കൊണ്ട് ഇനി മുന്നോട്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. സംവെയർ യു ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് ദ പെയിൻ. ദാറ്റ്സ് ദി ഓൺലി വേ ടു മാനേജ് ദാറ്റ് പെയിൻ, അല്ലേ? എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം, ഇന്നൊരു പ്രവചനവാക്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. യെശയ്യാ 49 അധ്യായം 1-2 വാക്യം. ഐസയ 49 വേഴ്സ് 1 and 2. നിങ്ങൾ ചിലരോടുള്ള ഒരു ദൈവിക ദൂതാണെന്ന് ഓർത്തോ. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ച് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചു. കേട്ടോ, നിങ്ങളെ നല്ലോണം ഓർക്കണം. കർത്താവ് പറയാൻ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളെ കർത്താവ് കണ്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് വിശ്വസിച്ചോണം നിങ്ങൾ. അടുത്തത്, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. നമ്മുടെ വായിൽ അവൻ എന്ത് ചെയ്തു? അവൻ മൂർച്ചയുള്ള വാളായി. എല്ലാവരും തെറി പറയാനുള്ള വായല്ല, അല്ലേ? ശക്തമായ ദൈവത്തിൻ്റെ വായായിട്ട്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ വായായിട്ടാണ് ദൈവം നിങ്ങളെ മാറ്റാനിരിക്കുന്നത്. അടുത്തത്, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ഒരു സമയത്തേക്ക് നിങ്ങളെ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അടുത്തത്, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. ആണോ? അടുത്തത്, എന്നെ ഒരു ഷാർപ്ഡ് ആരോ, എന്നെ നല്ല മൂർച്ചയുള്ള ഒരു അമ്പാക്കി തൻ്റെ പൂണിയിൽ. ഈ പൂണി എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം? ക്യൂവ. ഓക്കെ, അത് വേറെ വല്ല വാക്കുണ്ടോ? നാടൻ ഭാഷ വല്ലതും ഉണ്ടോ? നമുക്ക് ഈ സാധനം അറിയാത്തതുകൊണ്ട് അറിയത്തുമില്ല, അല്ലേ? മറ്റേ നേപ്പാളി ഗൂർഖ, അവനൊരു കത്തിയുണ്ട്, കുക്കറി, അല്ലേ? അതിട്ട് വയ്ക്കുന്നൊരു സാധനമുണ്ട്. ഇതുപോലെ അവൻ്റെ ഈ പറഞ്ഞ പോലെ ഇടുപ്പോട് ചേർന്നൊരു പൂണിയുണ്ട്. അതിനകത്താണ് ഇവൻ ഇട്ട് വെച്ചിരിക്കുന്നത്? ഈ മിനുക്കിയ അമ്പുകളെ. തൻ്റെ ശരീരത്തോട് ഏറ്റവും ചേർത്താണ് ഇത് വെച്ചിരിക്കുന്നത്. തൻ്റെ കൈയുടെ നിഴലിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏത് സമയത്തും എൻ്റെ ദൈവത്തിന് ഈ അമ്പെടുത്ത് ഉപയോഗിക്കാം. എൻ്റെ ചോദ്യം, ഇവിടേക്ക് നിങ്ങൾ അനേകരെ ഈ കാലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് മൂർച്ച കൂട്ടി 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 നല്ല മിനുക്കി അമ്പാക്കി നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ നിങ്ങൾ മിനുക്കിയ അമ്പെന്ന് പറഞ്ഞാൽ അർത്ഥം നല്ല ഷാർപ്പ്, നല്ല മൂർച്ചയുള്ള അമ്പ് നിങ്ങൾ എങ്ങനെ ആയെന്നറിയാമോ? നിങ്ങൾ എത്രയോ ഉപസിച്ച് പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടല്ല ആയത്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് മൂർച്ച കൂട്ടി 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 തന്നു. നല്ലവണ്ണം ഓർക്കണം. നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നന്നായതുകൊണ്ടല്ല നിങ്ങൾ മിനുങ്ങിയത്. നിങ്ങൾക്കെല്ലാം പ്രതികൂലമായതുകൊണ്ട് അരവും ചേരുമ്പോഴാണ് കിന്നരം, അല്ലേ? ഈ പറഞ്ഞ പോലെ നമുക്ക് ഞാൻ കിന്നരമായിരിക്കുന്ന പോലെ എൻ്റെ ഭർത്താവ് ഒരു കിന്നരമായിരുന്നെങ്കിൽ, അയ്യേ, നിങ്ങളൊരരം, നിങ്ങളുടെ ഭർത്താവ് ഒരരവും. ഈ അരവും കൂടെ എന്ത് ചെയ്യും? ചട്ടിയും കലവും കൂടെ തട്ടിയും മുട്ടിയും എന്ത് പറ്റി? അവസാനം കിന്നരമായി. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ അമ്പും പൂണിയൊക്കെ പറഞ്ഞപ്പം കത്തിയില്ല. അരവും കിന്നരവും പറഞ്ഞപ്പോൾ മനസ്സിലായി.
ഓരോരുത്തർ തിരിഞ്ഞ് ഭർത്താവിനെയൊക്കെ നോക്കുന്നു, കണ്ട നിങ്ങൾ നോക്കുന്നുണ്ടോ തോന്നും, ഞാൻ കിന്നരം നിങ്ങൾ അരം. ഇതാണ് ഭർത്താവിനെ നോക്കി വെച്ചാൽ, കണ്ട കേട്ടാ കേള്, മാസ്റ്റർ പറഞ്ഞ കേക്ക്. 2 കിന്നരം കൂടെ അല്ല, 2 അരവും കിന്നരം. അങ്ങനെ ഒരു വാക്യമില്ല കേട്ടോ ഇവിടെ പറഞ്ഞത്. ഈ മിനുക്കി അമ്പായി. പക്ഷേ എങ്ങനെ ഇത് മിനുക്കിയെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ, എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, നമ്മൾ കടന്നുപോയ ചില വേദനകളിലൂടെ, അല്ലേ, ആരുമില്ലാതെ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെയൊക്കെ പോയപ്പം എന്നെ അവൻ മിനുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നെ മിനുക്കി. എന്തിനാ? എന്നെ ഷോക്കേസിൽ വെക്കാനല്ല, തൽക്കാലം അവൻ്റെ പൂണിയിൽ മറച്ചു വെച്ചിരിക്കുക. ഒരു സമയത്തേക്ക് എന്നെ ഒളിച്ചു വെച്ചിരിക്കുക, മറച്ചു വെച്ചിരിക്കുക, സൂക്ഷിച്ചു വെച്ചിരിക്കുക, കൈയുടെ കീഴിൽ വെച്ചിരിക്കുക. എന്തിനാ? കർത്താവിന് സമയം വരുമ്പോഴെടുത്ത് ഉപയോഗിക്കാൻ. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങൾ അവൻ്റെ പൂണിയിലുണ്ടോ? ആ പൂണിയിൽ കയറണമെങ്കിൽ യോഗ്യതയുണ്ട്. എന്താണ്? മിനുക്കം വേണം, മൂർച്ച വേണം. ആർ യു ഷാർപ്പർ ദാറ്റ് യു ക്യാൻ ബി കെപ്റ്റ് സേഫ്ലി? അവൻ്റെ അടുത്ത് തന്നോട് ചേർത്താണ് ഇത് വെച്ചിരിക്കുന്നത്. അവനോട് ദൂരെയല്ല. എവിടെയെങ്കിലും പൂണിയുണ്ട് മൂലയെ കൊണ്ട് വെച്ചിട്ട് ഇനി ആവശ്യം വരും പിന്നെ എവിടെയാണെന്ന് ഇവിടെ തപ്പി നടക്കണം. അങ്ങനല്ല, അവനോട് ചേർത്ത് അത് ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മളെ വെച്ചിരിക്കുക. എന്നെയും നിങ്ങളെയും അവൻ മിനുക്കി തൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സമയത്തും അവൻ്റെ അടുത്ത് ഉപയോഗിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങൾ അവൈലബിൾ ആണോ പ്രിയപ്പെട്ടവരെ? അപ്പം എൻ്റെ ചോദ്യം, ഗോഡ് വിൽ ഹൈഡ് യു, ഗോഡ് വിൽ ഷാർപ്പൻ യു ആൻഡ് ഹൈഡ് യു. അവൻ നിങ്ങളെ മൂർച്ച കൂട്ടി ഉടനെ എടുത്തങ്ങ് ഉപയോഗിക്കത്തില്ല. എന്ത് ചെയ്യും? ഒളിച്ചു വയ്ക്കും. നിങ്ങൾ പലരെയും ഒരു സമയത്തേക്ക് തൽക്കാലം ഒന്ന് ഒളിച്ചു വച്ചിരിക്കുക, അല്ലേ? പക്ഷേ ഒരുപക്ഷെ പണ്ട് നിങ്ങളെ എയ്തൊക്കെ വിട്ടു. ഒരു കാലത്ത് കർത്താവ് നിങ്ങളുടെ അടുത്ത് ഉപയോഗിച്ചു. പക്ഷേ ഈ അമ്പൊക്കെ തിരിച്ച് പറക്കി കൊണ്ടുവരും. അതും കൂടെ ഓർത്തോണം, അല്ലേ? ഇത് ഈ യൂസ് ആൻഡ് ത്രോ അല്ല അമ്പ്. അതിനെ തിരിച്ചു കൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും നല്ലവണ്ണം മൂർച്ച കൂട്ടും. മൂർച്ച കൂട്ടി തൽക്കാലം തൻ്റെ പൂണിയിൽ വെച്ചിരിക്കുക. ഹി ഹാസ് കെപ്റ്റ് യു ഇൻ ഹിസ് ക്വീവർ. വെൻ ദ റൈറ്റ് ടൈം കംസ് ഹി വിൽ ടേക്ക് ഇറ്റ് ആൻഡ് യൂസ് യു. എത്ര പേർക്ക് അതൊന്ന് വിശ്വസിച്ച് രാമയം പറയാൻ പറ്റും? പക്ഷെ എൻ്റെ ചോദ്യം, നിങ്ങളെ അവൻ തൻ്റെ പൂണിയിൽ വെച്ചിട്ടുണ്ടോ? പുറത്തിരുന്ന് അവന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അകത്ത് വരണം. അകത്ത് വരാൻ ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ, മൂർച്ച വേണം. ആ മൂർച്ച എങ്ങനെയാണ്? എത്രയും ബൈബിൾ വായിക്കുന്നുണ്ട്, എത്രയും പ്രാർത്ഥിക്കൊണ്ടല്ല മൂർച്ച. ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മളെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് നമുക്കൊന്ന് നമ്മളെ തന്നെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം. ഈ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിലൊക്കെ ഞാൻ പോകുമ്പം, പല വലിയ കോൺഫറൻസുകളിലൊക്കെ പോകുമ്പം, അവിടെയൊക്കെ വലിയ വലിയ മെഗാ ചർച്ച് പാസ്റ്റേഴ്സ്, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, വലിയ പ്രശസ്തരായവരുടെയൊക്കെ അവരുടെ അനുഭവങ്ങളും ഒക്കെ പറയും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഏതോ ഒരു കോൺഫറൻസ് ഞാൻ പോയപ്പോഴേ, എവിടെയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, ഇവിടെ വെച്ച് വന്നപ്പോഴത്തേക്കും ഒരു പാസ്റ്റർ, അന്ന് രാവിലെ ഇവിടെ വന്ന ദേവദാസം പറഞ്ഞ ജോൺ സ്റ്റോട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ വലിയ അങ്ങനെ ആൾക്കാരുടെയൊക്കെ ഒരു കോൺഫറൻസ് ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേപ്പ് ടൗണിൽ, സൗത്ത് ആഫ്രിക്ക, ഞാൻ ഇപ്പോൾ ലുസാൻ കോൺഫറൻസ്, അതെ. അവിടെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ മെഗാ ചർച്ച്, ഏറ്റവും വലിയ മിനിസ്ട്രി, ഏറ്റവും വലിയ ഇങ്ങനെ വലിയ, കൊറിയയിലെ വലിയ ചർച്ച്, ചൈനയിലെ അണ്ടർഗ്രൗണ്ട് ചർച്ച്, അമേരിക്കയിലെ വലിയ മെഗാ ചർച്ച്, ഇങ്ങനെയൊക്കെ വലിയ പരേഡ് നടക്കുക. അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദേ വർ ഓൾ ടോക്കിംഗ് അബൌട്ട് ദ തിയോളജി ഓഫ് സക്സസ്. എന്താണ്? വിജയത്തിൻ്റെ തിയോളജി എല്ലാവരും പറയുന്നത്. പക്ഷേ ഒരു പാവം മനുഷ്യൻ അന്ന് എഴുന്നേറ്റിട്ട് ഹീ ടോക്ക്ഡ് അബൌട്ട് ദ തിയോളജി ഓഫ് ഫെയിലിയർ. എന്താണ്? പരാജയത്തിൻ്റെ വേദശാസ്ത്രം. അതാരെങ്കിലും പറയുമോ? ഇനി ആലോചിച്ച് നോക്കിയേ, നിങ്ങളോട് എഴുന്നേറ്റ് പറയാൻ വന്നാൽ നിങ്ങൾ ഏത് തിയോളജി ആയിരിക്കും പറയുന്നത്? എത്ര പേർക്ക് തിയോളജി ഓഫ് സക്സസ് പറയാനുണ്ട്? 100%. എൻ്റെ ജീവിതം ഇതുവരെയും ജയമായിരുന്നു, ഒരു പരാജയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നൊരു സാക്ഷ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നോ, വി ഓൾ ഹാവ് എ തിയോളജി ഓഫ് ഫെയിലിയർ. ഒത്തിരി പരാജയപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ഒത്തിരി താണ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. യോഹന്നാൻ 21 ഒരു രാത്രി മുഴുവൻ ശിഷ്യന്മാർ മീൻ പിടിച്ചു, വലയെറിഞ്ഞു. അവസാനം തിരുവനന്തപുരം ഭാഷ പറഞ്ഞൊരു ഊപ്പയെ പോലും കിട്ടിയില്ല. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ആൻഡ് ദേ കോട്ട് നത്തിങ്. എന്താണ്? ഒന്നും കിട്ടിയില്ല. നത്തിങ് എന്ന് പറഞ്ഞാൽ നോത്തിങ്, ഒന്നും കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ
ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നോട് ചിലർ പറയുന്നുണ്ട്, ഞാൻ ബ്രദറെ ഞാൻ ഒന്നും അങ്ങോട്ട് എന്തൊക്കെ ചെയ്താലും ശരിയാവുന്നില്ല. കയ്യിരിക്കുന്ന പൈസ പോകുന്നതല്ലാതെ, കടം കൂടുന്നതല്ലാതെ, ഈ പറഞ്ഞ പോലെ ജപ്തി നോട്ടീസ് കൂടുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ചില സമയത്ത് ഇങ്ങനെയുള്ള ചില ഫെയിലിയർ ദൈവം അനുവദിക്കും. അതെന്തിനാണെന്നറിയാമോ? നമ്മെ ശിക്ഷിക്കുകയല്ല, ഏതെങ്കിലും ശാപത്തിൻ്റെ ഫലമൊന്നുമല്ല അത്. ദൈവം നമ്മളെ മൂർച്ച കൂട്ടുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് അതൊക്കെ. മൂർച്ച കൂട്ടുകയാണ് ദൈവം ചിലതിന്. ആ മൂർച്ച കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഫെയിലിയേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. ഇവിടെ ഓർക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കംഫർട്ട് സോൺ എപ്പോഴും നമ്മുടെ ദൈവമായിരിക്കണം. എൻ്റെ വാക്ക് ഞാൻ നിർത്തുക. നമ്മുടെ കംഫർട്ട് സോൺ, എൻ്റെ ആശ്രയവും എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരണശൈലവും എൻ്റെ ആശ്രയവും എല്ലാം ദൈവമാണെന്ന് പറയുന്ന പോലെ, സംടൈംസ് ഗോഡ് മേ ടേക്ക് us ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺസ് ടു മേക്ക് ഹിം അലോൺ അവർ കംഫർട്ട് സോൺ. നമ്മളായിരിക്കുന്ന ചില കംഫർട്ട് സോണിൽ നിന്ന് ദൈവം നമ്മളെ എങ്ങടുത്ത് മാറ്റും. എന്തിനാണെന്നറിയാമോ? പിന്നെ നമ്മുടെ കംഫർട്ട് ദൈവം മാത്രമായിരിക്കണം. ഇന്നിവിടേക്ക് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ശരിയാ. ജോലിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പോയിക്കൊണ്ടത്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ ചെന്നപ്പം അവിടെ ഒരു നോട്ട് എഴുതി ഡെസ്കിൽ വെച്ചിരിക്കുന്നു, മുന്നോട്ട് ഈ കമ്പനി എങ്ങനെ പോകുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങളെ കൂടാതെ, പക്ഷേ പോയല്ലേ പറ്റൂ, തൽക്കാലം ഡെസ്ക് ക്ലിയർ ചെയ്ത് ആ ചെക്ക് മേടിച്ചുകൊണ്ട് പൊയ്ക്കോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയാണ് അമേരിക്കയിലൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. നല്ലൊരു നോട്ട് കൊടുത്താണ് വിടുന്നത്. എന്താണ്? നിങ്ങളെ കൂടാതെ ഈ കമ്പനീനെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ഒരു പിടിയില്ല, പക്ഷെ നമുക്ക് പോയല്ലേ പറ്റൂ, തൽക്കാലം ബാക്കി ശമ്പളവും വാങ്ങിച്ച് ആ ഡെസ്കും ക്ലിയർ ചെയ്ത് സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോ, നാളെ തൊട്ട് നിന്നെ വേണ്ട ഇവിടെ. ഒരുത്തനെ വേണ്ടാന്ന് പറയുന്ന നല്ല വാക്കാണ്, സായിപ്പിൻ്റെ വാക്കാണ് ഞാനീ പറഞ്ഞത്. ഇവിടെയൊക്കെ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ഒരു കുഴപ്പമില്ലായിരുന്നപ്പം നിപ്പിതാണ്ട് ഒരു പ്രശ്നം വന്നു, ശരിയല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ നല്ല ആരോഗ്യ ശ്രീമാനായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു, എന്തോ ഒരു പാച്ചസ്, വൈറ്റ് പാച്ചസ് കണ്ടു ഒരു എക്സ്റേയിൽ. പിന്നെ അങ്ങോട്ട് തപ്പി പോയപ്പോൾ എന്തായി, ബോൺമാരോ വരെ എടുത്തിപ്പോൾ എന്തായി, ട്രാൻസ്പ്ലാന്റ് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ അത് എളുപ്പമല്ല, 1 കോടി രൂപയെങ്കിലും ആവും. തീർന്നോ അല്ലേ? കംഫർട്ട് സോൺ പെട്ടെന്ന് മാറിയില്ലേ പ്രിയപ്പെട്ടവരെ? പക്ഷേ എന്തിനാണ് ഈ കംഫർട്ട് സോണിൽ ദൈവം നമ്മളെ മാറ്റുന്നത്? ദൈവം മാത്രം നമ്മുടെ കംഫർട്ട് സോണാണ്. ഇന്ന് ഈ ഉച്ച സമയത്ത് നമുക്ക് പറയാം, കർത്താവേ നീ മാത്രം എൻ്റെ കംഫർട്ട് സോണായിരിക്കണം, വേറെ ആരും ആയിരിക്കരുതപ്പാ, നീ മാത്രം അങ്ങയിൽ മാത്രം ചാരുവാൻ കർത്താവേ, അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ, അങ്ങയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടിറങ്ങുവാൻ. ഒരു മനുഷ്യരിലും ഞാൻ ആശ്രയിക്കുകയില്ല, എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിൽ മാത്രം ഞാൻ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് വെൻ സീസൺസ് ഓഫ് പ്രഷർ കംസ്, ഓക്കെ, ചില വലിയ സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തെറ്റായിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ പേടിച്ചിട്ടൊരു കാര്യം ചെയ്താൽ ആ ചെയ്യുന്ന കാര്യം തെറ്റിപ്പോവും, അല്ലെങ്കിൽ തെറ്റായ കാര്യമായിരിക്കും. പേടിച്ചോടുക എന്ന് പറയും അല്ലേ? പേടിച്ചിട്ട് ഓടുന്നത് തെറ്റായ സ്ഥാനത്തേക്കായിരിക്കും ഓടുന്നത്, തെറ്റായ ആൾക്കാരിലേക്കായിരിക്കും. പിന്നെ എടുക്കുന്ന തീരുമാനം തെറ്റായ തീരുമാനമായിരിക്കും. ഇന്നങ്ങനെ തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവ് ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, കർത്താവ് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, കർത്താവ് ഞാൻ അതെല്ലാം ക്ഷമ ചോദിക്കുന്നപ്പാ. ഇനി ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എത്ര പേര് പറയും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഭയമുണ്ട്, എനിക്ക് നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്, നാളെ എന്തായിത്തീരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ ആരോഗ്യം എന്തായിത്തീരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ മക്കൾ എന്തായിത്തീരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ഇന്ന് ഈ വർഷം തീരുന്നതിന് മുമ്പ് എൻ്റെ ഭയമെല്ലാം ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങയുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ കർത്താവേ ഞാൻ താണിരിക്കുവപ്പാ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ.
ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന നിങ്ങളിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ലോർഡ് ഐ പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു. അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ലോർഡ് ഹെൽപ്പ് മീ ടു പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു. ചിലപ്പോൾ എനിക്ക് ദൈവത്തിൽ അങ്ങോട്ട് ആശ്രയിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, പക്ഷേ എനിക്കങ്ങോട്ട് ആശ്രയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. നാളെ ഒരു ദിവസം ലാസ്റ്റ് ഡേറ്റാണ്. നാളെ ജപ്തിക്ക് ബാങ്കിൽ നിന്ന് ആൾ വന്ന് നിൽക്കുമ്പം നിങ്ങളീ പറയുന്ന ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ എന്തെങ്കിലും ഒരു ഉത്തരം പറയണം. ഈ നോട്ടീസിന് 7 ദിവസമാണ് സമയം. അതിനകത്ത് ഞാൻ ഉത്തരം കൊടുക്കണം. എന്ത് ഉത്തരം കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, പ്രഷേഴ്സ്, ടൈംസ് ആൻഡ് സീസൺസ് ഓഫ് പ്രഷേഴ്സ്. കിട്ടാനുള്ള പൈസകളൊന്നും കിട്ടുന്നില്ല, കയ്യിലുള്ളതും കൂടെ പോകുന്ന അവസ്ഥ. ഇതൊക്കെ ആയിരിക്കാം. ദൈവത്തോട് പറയുക, ദൈവത്തോട് പറയുക, ദൈവത്തോട് പറയുക, ദൈവത്തോട് പറയുക. വായ തുറന്ന് ദൈവത്തോട് പറയുക, കർത്താവേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വലിയ സൈന്യം നേരെ വന്നപ്പോൾ യഹോശഫാത്തും പറഞ്ഞത് അത് തന്നെയാണ്. അതുകൊണ്ട് വലിയ ശത്രു സൈന്യം എനിക്ക് നേരെ വരുന്നത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു വലിയ രാജാവ് അങ്ങനെ പറയുന്ന ഒരു തോൽവിയുടെ കൺഫെഷനാണ് ശരിക്കും പറഞ്ഞത്. ദാറ്റ്സ് എ ഷെയിം ദാറ്റ് എ കിങ് ഈസ് കൺഫസിങ് ലൈക്ക് ദാറ്റ്. സാരമില്ല, നമുക്ക് ദൈവത്തോട് പറയാം, ലോർഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല. ദൈവത്തോട് പറയാമോ, ദൈവമേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല. ഞങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ലപ്പാ. യേശു നാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. യേശുവിനെ എഴുന്നേറ്റ് നിൽക്കാം. യേശു നാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയനാമേശുവേ വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര നീയല്ലാതാരുമില്ല. യേശു നാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. നെഞ്ചി കൈവച്ചോണ്ട് വിതൗട്ട് എനി ഇൻസ്ട്രുമെന്റ് ഓഫ് മൈക്ക്. യേശു ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. ഒരുപക്ഷെ ഞങ്ങൾക്കെന്ന് പറയാൻ നിങ്ങൾക്ക് ആരും ഇല്ലായിരിക്കും, ഒറ്റയായിരിക്കും ചിലപ്പം. എനിക്കറിയാം ഇവിടെ ചിലർ ഒറ്റയാണ്, എനിക്കാരുമില്ല. ഭാര്യയും മക്കളും മരിച്ചുപോയവരിവിടെയുണ്ട്, ഭാര്യയും മക്കളും വിട്ടിട്ട് പോയവരിവിടെയുണ്ട്, അപ്പനും അമ്മയും മരിച്ച ആരുമില്ലാത്തവരിവിടെയുണ്ട്. അങ്ങനെയുള്ളവരിവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തൊക്കെ ഇനി ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആരായി ഞങ്ങൾ? എനിക്ക് ആരുമില്ല ബ്രദറെ. എനിക്ക് നീയല്ലാതെ ആരുമില്ല, എനിക്ക് നീയല്ലാതെ ആരുമില്ല. ആ നെഞ്ചി കൈവച്ചുകൊണ്ട് പറയാം, യേശു നാഥ എനിക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ നീയല്ലാതാരുമില്ല. നീയല്ലാതാരുമില്ല. ദൈവത്തോട് പറഞ്ഞാട്ട്,
നീയല്ലാതാരുമില്ല എനിക്കു, നീയല്ലാതാരുമില്ല. അതാ മറ്റാരും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ ഉച്ച സമയത്ത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ദൈവമേ അങ്ങോട്ട് നിലവിളിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് നീയല്ലാതെ ആരുമില്ലപ്പാ, ഞങ്ങൾക്ക് നീയല്ലാതെ ആരുമില്ല. ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നില്ല, ഞങ്ങൾ ആരിലും ഞങ്ങളുടെ ആശ്രയം വയ്ക്കുകയല്ല, ഞങ്ങളുടെ ആശ്രയം ദൈവത്തിൽ മാത്രം വെച്ചുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആരെയും അങ്ങ് ലജ്ജിപ്പിച്ചിട്ടില്ലപ്പാ. ഞങ്ങൾ ഭയം വരുമ്പോൾ, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, തെറ്റായ തീരുമാനങ്ങളെടുത്ത് തെറ്റായ വ്യക്തികളിലേക്ക്, തെറ്റായ സ്ഥലങ്ങളിലേക്കും ചിലപ്പോഴെങ്കിലും ഓടി ശത്രുവിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടപ്പാ. ദാവീദ് ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങളും സ്ഥിരം ചെയ്യുന്നവരാണപ്പാ പലപ്പോഴും. ഇന്നതെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, മടങ്ങി വരുന്നപ്പാ. കർത്താവേ, ഒരു മടങ്ങി വരവ് ഞങ്ങൾക്കിന്ന് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കാണുന്നു. ഹൃദയം നുറുങ്ങി അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന എല്ലാവരെയും അങ്ങ് കാണുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഓൺലൈനിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ അവരേത് അവസ്ഥയിൽ എവിടെ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ ആരും അന്യോന്യം കാണുന്നില്ലെങ്കിൽ എൻ്റെ ദൈവം കാണുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ ദൈവം അവരുടെ കൈക്ക് പിടിച്ചു കൊള്ളണമേ, അവരെ മാറോട് ചേർത്തണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തുടങ്ങിയ നല്ല പ്രവൃത്തി തുറന്നും കർത്താവേ ഈ വർഷാന്ത്യത്തിലും അങ്ങ് തുറന്നുകൊണ്ടേയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്കും ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനിടയാക്കണമേ. പ്രാർത്ഥനയെ അതിനും കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.